അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അഡീനിയം പ്ലാന്റിന്റെ സീഡ് റെഡി ആയിട്ടുണ്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പുപന്താടി പോലെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെ ആവാതിരിക്കാനായിട്ട് ട്രാൻസ്പെറന്റ് കവറൊക്കെ വെച്ച് നമ്മൾ കെട്ടിവെച്ചിരുന്നു. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ കവറിന്റെ ഉള്ളിൽ ഈർപ്പം വന്ന് ഈർപ്പം വിത്തിന്റെ മേലെ വീണ് വിത്ത് നനഞ്ഞു കണ്ടപ്പം ചീഞ്ഞു പോവോ എന്നുള്ളൊരു പേടികൊണ്ട് നമ്മൾ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യണം. ഇത് 2 വെറൈറ്റി അഡേണിയമാണ് വിത്ത് വന്നിട്ടുള്ളത്. അപ്പം നാച്ചുറലി പോളിനേറ്റഡ് ആണ് രണ്ടും. അതിലൊന്ന് കുറച്ച് ദിവസം എടുക്കും വിത്ത് പൊട്ടാനായിട്ട്. അതിൽ നമ്മൾ കവർ ചെയ്യണില്ല, റബ്ബർ ബാൻഡ് ഇടാന്ന് വെച്ചു. അപ്പോൾ വെള്ളം വീണതുകൊണ്ടാട്ടെ ഈ സീഡൊക്കെ ഇങ്ങനെ ഇരിക്കണേ. എന്തായാലും ഒരു പ്ലാന്റിൽ നമുക്ക് ഒരുപാട് സീഡ്സ് കിട്ടും. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും സീഡ്സാണ്. അപ്പോൾ എല്ലാം പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളയ്ക്കുമല്ലോ എന്നൊക്കെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എല്ലാ വിത്തും പാകിയത്. പാകി കഴിഞ്ഞ് എൻ്റെ കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴാണ് എല്ലാം പാകണമായിരുന്നു, കുറച്ച് മാറ്റി വെച്ചാൽ പോരായിരുന്നു, നീ എല്ലാം മുളയ്ക്കുമോ എന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞ്. അപ്പം ഞാനും വിചാരിച്ചു ശരി മാറ്റി വയ്ക്കായിരുന്നു. എന്തായാലും ഇപ്പം മുളയ്ക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.